ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കലൊരു ശിഷ്യൻ ഗുരുവിന് സമീപമെത്തി ഒരു പരിഭവം പറഞ്ഞു. ഗുരു, ഞാൻ മറ്റുള്ള ശിഷ്യരെക്കാൾ നേരത്തെ ഇവിടെ പഠനത്തിനായി എത്തിയതാണ്. പക്ഷേ എനിക്ക് ശേഷം ശിഷ്യത്വം സ്വീകരിച്ചവർ എന്നേക്കാൾ ഏറെ മുന്നിലാണ് പഠനത്തിൽ. ഗുരു എനിക്ക് പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ശരിയാണ്. ഗുരു മറുപടി പറയുന്നതിന് പകരം ഒരു കഥ പറഞ്ഞു ശിഷ്യനോട്. ഒരിക്കലൊരു യാത്രക്കാരൻ തന്റെ യാത്രക്കിടയിൽ ഒരു കിണർ കണ്ടു. അവന് ദാഹം തോന്നിയതിനാൽ കിണറിനരികിലെത്തി. കിണറ്റിൽ വെള്ളം ധാരാളമുണ്ട്, പക്ഷേ കോരിയെടുക്കുവാൻ ഒരു ബക്കറ്റോ കയറോ ഒന്നും അവിടെ കണ്ടില്ല. അതിനാൽ അയാൾ വെള്ളം കുടിക്കാതെ അവിടെ നിന്ന് യാത്രയായി. കുറച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു യാത്രക്കാരനും ദാഹം തോന്നിയതിനാൽ കിണറിനരികിലെത്തി. ബക്കറ്റും കയറും ഒന്നും അവിടെ കാണാത്തതിനാൽ അയാൾ പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചു. അപ്പോൾ അയാൾക്ക് പിടിയുള്ള ഒരു ചെറിയ പാത്രം കിട്ടി. അയാൾ അടുത്ത വൃക്ഷത്തിൽ തൂങ്ങിക്കിടക്കുന്ന വള്ളികൾ മുറിച്ചെടുത്ത് ഒരുമിച്ച് കെട്ടി കയറ് പോലെയാക്കി ഈ പാത്രത്തിൽ കെട്ടി കിണറ്റിൽ നിന്ന് ധാരാളം വെള്ളം കോരി കുടിച്ചു. ഇതിൽ ആർക്കായിരുന്നു കൂടുതൽ ദാഹമെന്ന് ഗുരു ശിഷ്യനോട് ചോദിച്ചു. രണ്ടാമത്തെ ആൾക്ക് എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, നിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. ആഗ്രഹം മാത്രം പോരാ, വിജയം കരസ്ഥമാക്കുവാനുള്ള അഭിനിവേശവും കൂടി ഉണ്ടാകണം. വിശുദ്ധ മത്തായി 25 3 ദാസന്മാരുടെ കയ്യിൽ താലന്തുകൾ ഏൽപ്പിക്കപ്പെടുന്ന ഉപമ കാണുവാനായിട്ട് സാധിക്കും. 2 പേർ അതുകൊണ്ട് അധ്വാനിച്ച് ഇരട്ടി ലാഭമുണ്ടാക്കിയപ്പോൾ മൂന്നാമൻ അത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. അവസാനം അവൻ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ജീവിതത്തിൽ വലിയ ആഗ്രഹത്തോടെ പലതും പഠിക്കുന്നവരും പല ജോലികൾ തുടങ്ങുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അതിൽ നിന്ന് പിന്മാറുന്നവർക്ക് അതിനോട് വലിയ അഭിനിവേശം ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആഗ്രഹവും അഭിനിവേശവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആഗ്രഹങ്ങൾ പ്രലോഭനങ്ങൾ മൂലം ഉണ്ടാകാം. ഒരാഗ്രഹത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് മറ്റെന്തിലേക്കും പോകുവാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ അഭിനിവേശം ഒരു ഉൾത്തുടുപ്പാണ്. അങ്ങനെയുള്ള വ്യക്തികൾ എന്തഭിലഷിച്ചാലും അതിലെത്തിച്ചേരും. അതുവരെയും അതിനുവേണ്ടിയുള്ള ദാഹവും പരിശ്രമവും നടത്തിക്കൊണ്ടേയിരിക്കും. ആഗ്രഹം പ്രവൃത്തിയില്ലാത്ത സ്വപ്നമാണ്, എന്നാൽ അഭിനിവേശം പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന സ്വപ്നമാണ്. എല്ലാവരും നിരന്തരം അവരുടേതായ ആഗ്രഹങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അവരിൽ അഭിനിവേശമുള്ളവർ മാത്രമാണ് തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. അഭിനിവേശമില്ലാത്തവർ എപ്പോഴും എന്തെങ്കിലും ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ലക്ഷ്യത്തിലെത്തുക എന്നതും പ്രയാസമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആഗ്രഹം മാത്രം പോരാ, അഭിനിവേശവും കണ്ടെത്തി മുന്നോട്ടു പോകുവാൻ ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.